ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് മട്ടൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 1 കിലോ മട്ടൻ ഉണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 4-5 അണ്ടിപ്പരിപ്പ്, ചുവന്ന മുളക്, പിരിമുളകാണ്, എരിവ് കുറവ് ഇരിക്കാലോ. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു സ്റ്റാർ, മ്യാഗ്, 3-4 ഏലക്കായി, കരാമ്പൂ, ജാതിക്കൻ്റെ ചെറിയൊരു കഷ്ണം. ഇത് നമുക്ക് വറുത്തെടുക്കാം. നന്നായി വറുത്തെടുക്കാം. അത് വറുത്തെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല വാഷ് ചെയ്ത് വെച്ച മട്ടനാണ്. നന്നായി ഒന്ന് മുരിച്ചിട്ട് എടുക്കാം. മട്ടൺ ഓയിലിട്ടിട്ട് കുക്കറിൽ നിന്ന് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിൽ വെളുത്തുള്ളി, തക്കാളി, സവാള, മസാല ഒക്കെ ഇടാനുണ്ടല്ലോ. ഇത് മുഴുവനായിട്ട് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതക്കിയെടുത്തതാണ്. ഒരു തോടം വെളുത്തുള്ളി ഉണ്ട്, അപ്പോൾ തന്നെ കുറച്ച് വലിയ കഷ്ണം ഇഞ്ചിയുണ്ട്. ഒന്ന് പച്ചമണം പോകണം. അതിൻ്റെ പച്ചമണമൊക്കെ പോയാണ്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് 3 തക്കാളി ഉണ്ട്. തക്കാളി ഒന്ന് ഇതിൽ നന്നായി വെന്ത് വരട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ വാടി വന്ന് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മഞ്ഞൾ, പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുക്കണേ. ഉപ്പ് എപ്പോഴും ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് സവാള പൊരിച്ച് വെച്ചതാണ്. ഇതെല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് അതിലേക്ക് നമുക്ക് വാട്ടി വെച്ച മട്ടൺ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി ചേർത്തെടുക്കാം. പൊരിച്ച് വെച്ച സവാള ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറി. ഇതേപോലെ ഇളക്കി ചേർത്തെടുക്കുക. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ കുക്കർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വേവട്ടെ. വലിയ പണിയൊന്നുമില്ല. ഈ പൊരിച്ച് ഉള്ളി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാട്ടോ കറി. ഇപ്പോൾ നമ്മളെ മട്ടൻ നല്ല കറിയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ കുക്കറിൽ നിന്ന് ചെമ്പിലേക്ക് മാറ്റിയതാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഉള്ളിയൊക്കെ പൊരിച്ചിട്ട് ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലൊന്ന് നിങ്ങൾ കറി വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. നല്ല ടേസ്റ്റാണ് മട്ടൺ ഇങ്ങനെ വെച്ചാൽ.
ഓക്കെ ബൈ.